പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ മക്കളെ, നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായം 3 നമ്മൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതായത് നമ്മുടെ മാനസാന്തരവും നമ്മുടെ ക്രിസ്തീയ ജീവിതവും ശിശുതുല്യമായ നിഷ്കളങ്കതയോടെ പരിപാവനതയോടെ ആയിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് ചില ചിന്താശകലങ്ങൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ ചിന്തിച്ചു പോകുന്നത്, ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കിയാൽ എത്രയോ പേരാണ് ഓട്ടിസമായിട്ട് മാനസികമായ ബുദ്ധി കുറവുള്ളവർ, മന്ദബുദ്ധിയുള്ളവർ, മംഗോളിയൻസ് എന്നൊക്കെയുള്ള കുട്ടികൾ ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കാരിശ്വാനിലൊക്കെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ദിവസം 5-6 പേരെ കൊണ്ടുവരാറുണ്ട്. ഞാൻ യൂറോപ്പിലായിരിക്കുമ്പോഴും അപ്രകാരമുള്ള ഏറെ കുട്ടികളുമായിട്ട് എനിക്ക് ഇടപഴകാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. നമ്മളവരെ പറയും മന്ദബുദ്ധികൾ, മംഗോളിയൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഓട്ടിസം എന്ന് പറയും. അപ്പം ആളുകളെ നോക്കുന്നത് ഇതാ കുടുംബത്തിൽ വല്ല ശാപമാണോ ദൈവമേ, വല്ലതും ചെയ്തതാണോ എന്നൊക്കെ. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കോട്ടയത്തെ നവജീവനിലെ പി.യു. തോമസ് പറയുന്ന പോലെ ഒരു പുണ്യവാനായ മനുഷ്യനാണ്. നിങ്ങൾക്കറിയാം, ധാരാളം പുണ്യപ്രവൃത്തി ചെയ്യുന്ന ആളാണ് തോമാച്ചനെ പ്രേരിപ്പിച്ച് തൻ്റെ കുട്ടി വികലാംഗമായിട്ട് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം കണ്ടതിനാണ് ഈ കുട്ടിയെ നോക്കാൻ ഏറ്റവും യോഗ്യനായവൻ ഞാനെന്ന് കണ്ടുകൊണ്ടാണ് കർത്താവ് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഈ കുട്ടിയെ തന്നെന്ന്. അത്ര നല്ല വിശാല മനസ്സിലൂടെ ആ കുട്ടിയെ സ്വീകരിച്ച് സ്നേഹിച്ചു. ആ സ്നേഹമാണ് മറ്റ് പാവങ്ങൾക്കും വികലാംഗർക്കും എല്ലാം മന്ദബുദ്ധിക്കാർക്കും കൊടുക്കാൻ തീരുമാനിച്ച് ആ നവജീവൻ പ്രസ്ഥാനമുണ്ടാക്കി. നിങ്ങൾക്കറിയാം, ഏറെ പേർക്ക് കർത്താവിൻ്റെ രക്ഷ കൊടുത്തുകൊണ്ട് കോട്ടയത്തുള്ളത്. കരുണയുള്ള ഭാഗ്യവാൻ അമാർ, അവർക്ക് കരുണ ലഭിക്കും. സ്വർഗസ്ഥനായ പിതാവ് കരുണയായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന വചനമൊക്കെ അദ്ദേഹത്തെ സ്പർശിച്ചിട്ടുണ്ടാകണം. ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36 നമുക്ക് കരുണയുണ്ടായിരിക്കണം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. ഞാൻ ഓർക്കും, എന്തുകൊണ്ടാണ് ഇത്ര കുട്ടികൾ ഇത്രമാരും വളരുന്നത്? അതായത് മിക്കവാറും വീടുകളിലുണ്ട് മന്ദബുദ്ധിയുള്ളവർ. ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ പറഞ്ഞത് ലോകത്തിലെ ജനസംഖ്യയുടെ 1% മന്ദബുദ്ധിക്കാരാണ്. വലിയൊരു സംഖ്യയാണത്. ഇന്ത്യയിലും അത് കൂടുതലേ ഉള്ളൂ, മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ. ഞാൻ യൂറോപ്പിലായിരിക്കുമ്പോൾ മാതാപിതാക്കൾ ഇവരെയും കൊണ്ടുവരും. ഞാൻ നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ അവരോടുള്ള മനോഭാവവും യൂറോപ്പിലുള്ളവരെയും നോക്കി കമ്പയർ ചെയ്യാറുണ്ട്, താരതമ്യപ്പെടുത്താറുണ്ട്. അവർ ആ കുട്ടികളെ വിളിക്കുന്നത് മാലാഹാമാർ എന്നാണ്. ഹല്ലേലൂയ, മാലാഹാമാർ. അവരെൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് 2 മാലാഹാമാരുണ്ട്, ഒന്ന് കൈവച്ച് അനുഗ്രഹിക്കാമോ? ഒരിക്കലും ഒരു ഭാരമായിട്ട് അവർ കരുതില്ല. വലിയ സ്നേഹമാണ്. മറ്റു മക്കൾക്ക് കൊടുക്കുന്നേക്കാൾ സ്നേഹം ഈ മക്കൾക്ക് കൊടുത്ത് തമ്പുരാൻ ദാനമായിട്ട്. നമ്മളൊക്കെ പറയും യൂറോപ്പിലെ വിശ്വാസമൊക്കെ പോയെന്ന്. ഞാൻ പറയല കേട്ടോ. ഞാൻ കഴിഞ്ഞ 27 വർഷമായിട്ട് അവിടെയാണ്. അത് വികലാംഗരായ കുട്ടികളെ ആ മാതാപിതാക്കളും കൂട്ടത്തിൽ വളരെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്, മാലാഹാമാർ എന്ന് പറഞ്ഞ്. ഞാൻ ഓരോ ധ്യാനത്തിന് പോകുമ്പോൾ ചിലപ്പോൾ 2-ാമതും 3-ാമതും ധ്യാനം കൂടാൻ വരുന്ന പിള്ളേരെയും കൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളാണ് ആദ്യം എൻ്റെ മടി വന്നിരിക്കും. എന്നെ വിളിക്കുന്നത് പപ്പ എന്നെ വിളിക്കും. ആ മുഖമൊക്കെ നിനക്കറിയാം, പൂച്ച മുഖം പോലെ ഇരിക്കും, നല്ലൊരു പുഞ്ചിരി. അവർ ഉമ്മയും തരും, അവർക്ക് യാതൊരു തടസ്സവും ഇല്ല. മാലാഹാമാരാ. മറ്റുള്ളവർക്ക് ഇരിക്കുമ്പോൾ തരാൻ മടിക്കും, നമുക്ക് കേരളത്തിലാണെങ്കിലും. എന്നാൽ ഇവിടെയും ഞാൻ കണ്ടു, എല്ലാ ശനിയാഴ്ചയും ഞാൻ കുട്ടികളെ കാണുമ്പം മന്ദബുദ്ധിക്കാരനെ ഓടി വന്ന് ഉമ്മ തരും. അവർക്ക് ഒരു ഇൻഹിബിഷൻ, തടസ്സമില്ല. ഈശോ പറഞ്ഞിങ്ങനെയാണ്, അവരെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കൂ. നമുക്കറിയാം, കൊച്ചുകുട്ടികൾ ഈശോയുടെ അടുക്കൽ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇവർ ബഹളം വെക്കും, പ്രശ്നമാണ്, മന്ദബുദ്ധികളുണ്ട്, വികലാംഗരുണ്ട്, അല്ലെങ്കിൽ ഓട്ടിസ്റ്റുണ്ട്, കർത്താവിന് ശല്യ. ഈശോ പറഞ്ഞ എൻ്റെ അടുക്കൽ കൂട്ട്. അവർക്ക് ഉമ്മയും കൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയാണ് ഈശോ ചെയ്ത്. ഞാൻ പറയുന്നു, ഈശോ എല്ലാ ക്രിസ്ത്യാനികളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ്? കുട്ടികളെപ്പോലെ ആയി ശിശുതുല്യമായ നിഷ്കളങ്കതയോടെ ജീവിക്കുവാൻ. ഇന്ന് നമ്മൾ എത്ര പേരങ്ങനെ ജീവിക്കുന്നുണ്ട്? നമ്മൾ വക്രത, എല്ലാ തരത്തിലുമുള്ള മുഖം മൂടിയും ധരിച്ചുള്ള ഒരു ക്രൈസ്തവ ജീവിതമല്ലേ ജീവിക്കുന്നത്. സത്യമാർഗത്തിലൂടെ എത്ര പേർ നമ്മളുണ്ട്? ഞാനില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരുപക്ഷെ എന്നെപ്പോലെ തന്നെ ആയിരിക്കാം നിങ്ങൾ പലരും. എങ്കിൽ മക്കളെ, നമുക്ക് മാതൃകയായിട്ടാണ് ഈ മക്കളെ തന്നിരിക്കുന്നത്, ഇവരെ പോലെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ. നമുക്കറിയാം, അവർക്ക് വക്രത അറിയത്തില്ല, ആളുകളെ മാറ്റി നിർത്താൻ അറിയത്തില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ അവരുടെ ഹൃദയത്തിൽ. മാത്രമല്ല മറ്റുള്ളവരെ ആശ്രയിച്ചുള്ള ജീവിതമാണ്.
അവർക്ക് ഉള്ളിൽ പക വെച്ചുകൊണ്ടിരിക്കാൻ അറിയത്തില്ല. അരിശമുള്ള പിള്ളേരുണ്ടെങ്കിലും അല്പം കഴിഞ്ഞ് അപ്പനും അമ്മയ്ക്കും കൊണ്ട് ഉമ്മ കൊടുക്കും. അരിശപ്പെട്ട ശേഷം ചിലപ്പോൾ ആഹാരം കിട്ടാഞ്ഞിട്ടോ നല്ല വസ്ത്രം കിട്ടാഞ്ഞിട്ടും. ഇനി അവർക്ക് പൗശൂന്യമൊന്നുമില്ല, മറ്റവർക്ക് നല്ല വസ്ത്രമുണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നൊന്നും. കാരണം അവർക്ക് ഉള്ളതുകൊണ്ട് സംതൃപ്തരാണ്. നിങ്ങൾ ഒരു വികലാംഗ കുട്ടിയെ അല്ലെങ്കിൽ ഓട്ടിസ്റ്റ് കുട്ടിയെ നോക്കണം, എന്ത് പരിശുദ്ധരാണ് അവിടുന്ന്. അപ്പോൾ ഈശോ ഈ ലോകത്തിൽ അത് നൽകുകയാണ് ആരെ? നമുക്ക് അത് പുണ്യത്തിൻ്റെ മാതൃക കാണിക്കുവാൻ. അതുകൊണ്ട് ഒരു ഓട്ടിസ്റ്റ് കുട്ടി ഉണ്ടാകുമ്പോൾ വിചാരിക്കരുത് ദൈവത്തിൻ്റെ കോപം കൊണ്ടാണ്, പഴയ പാപം കൊണ്ടാണ്, ശാപമാണ് എന്ന്. അല്ല, തമ്പുരാൻ നിനക്കും കുടുംബത്തിനും തരുന്ന അനുഗ്രഹമാണ് മക്കളെ. അടുത്ത ഒരു നാളിലും ഒരു കുടുംബത്തിൽ 4 പേര് വികലാംഗരായിട്ട്, അതായത് ഓട്ടിസ്റ്റായിട്ടുണ്ട്. 4 പേരെയും കൊണ്ട് മാതാപിതാക്കൾ ഒന്ന് ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ദൂരെ നിന്നാണ് പലരും എന്നെ കാണാൻ വരുന്നത്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇത് എൻ്റെ മാലഹ കുഞ്ഞുങ്ങളാണ്. ആ വാക്ക് തന്നെ പറഞ്ഞു. കാരണം ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞത് ആ ചേച്ചി കേൾക്കുകയുണ്ടായി. എനിക്കൊന്ന് ഷെക്കിനാലെ ഒരു ധ്യാനത്തിൽ പറഞ്ഞാന്ന് തോന്നുന്നു. പ്രിയമക്കളെ, എന്നിട്ട് പറഞ്ഞു, ഇനിയും കിട്ടുകയാണെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കും. അതേസമയം ഞാൻ പലരെയും കാണാറുണ്ട്, ഒരു വികലാംഗ കുട്ടി ഉണ്ടായി, ഒരു വിഷയങ്ങൾ മന്ദബുദ്ധിയാണ്, അല്ലെങ്കിൽ ഒരു ഓട്ടിസ്റ്റ് കുട്ടി. അച്ഛാ ഞങ്ങൾ തീരുമാനിച്ചു ഇനിയും കുട്ടികളെ വേണ്ടാന്ന്. കാരണം ഇനിയും ഉണ്ടായത് ഇത് തന്നെയാണല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അത്രമാത്രം നമ്മൾ സ്വാർത്ഥ മതികളാണ്. മാത്രമല്ല കർത്താവ് തരുന്ന ദാനങ്ങളെ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. അത് ഈശോ തരികയാണെങ്കിൽ അത് സന്തോഷമായിട്ട് സ്വീകരിക്കുവാൻ. അങ്ങനെയുള്ള എത്ര കുട്ടികളെയാണ് ഗർഭാശയത്തിൽ തന്നെ കൊന്നുകളയുന്നത്. ഡോക്ടർമാർ മുൻകൂട്ടി പറയും ജനിച്ചാൽ ഓട്ടിസ്റ്റായിരിക്കും, അപ്പോൾ തന്നെ അബോർട്ട് ചെയ്യും. പ്രിയമുള്ളവരെ, അത് നമ്മളവരെ തിരസ്കരിക്കുകയാണ്. എന്തുകൊണ്ട്? എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു വാക്യം ആണ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 11-ാം അധ്യായം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. വിശ്വാസത്തെപ്പറ്റി പറയുന്ന ഒരു അധ്യായമാണ് 11-ാം അധ്യായം ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം. ഇനിയും അതിൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെ വിശ്വാസം വഴി അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന്. എണ്ണി പറയുന്ന അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ കാണാൻ സാധിക്കും വിശ്വാസത്തെ പ്രതി ത്യാഗം സഹിച്ചവരെ പറ്റി പറയുന്നത്. 11-ാം അധ്യായം ഞാൻ വായിക്കാൻ പോകുന്നത് 36. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ 2 വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വരിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാളുകളുടെയും കോലാളുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിന് ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പിന്നീട് ഇതേപ്പറ്റി പറയാം കൂടുതൽ. അതായത് ഈ കുഞ്ഞുങ്ങളെ സ്വന്തമാക്കാനുള്ള യോഗ്യത ഈ മാതാപിതാക്കൾക്കില്ലാത്തതുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നതും അവരെ വരുന്ന ശാപമായിട്ട് കണ്ട് അവരെ സ്നേഹിക്കാതിരിക്കുന്നു, ഇതങ്ങ് മരിച്ചു പോട്ടെ എന്ന് ചിന്തിക്കുന്നു. പ്രിയമുള്ളവർ, ഇന്ന് ലോകം മുഴുവൻ നോക്കിക്കാണാൻ വിശുദ്ധരായി നല്ലവരായി ജീവിക്കുന്നവരെ ലോകത്തിന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഈശോയെ സ്വീകരിച്ചില്ല. നമുക്കറിയാം ഈശോയുടെ ആദ്യം മുതലുള്ള സഹനത്തിന് കാരണം അവനെ പുൽക്കൂട്ടി ജനിക്കേണ്ടതായിട്ട് വന്നതിന് കാരണമെന്ത്? അതെ, അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. ദൈവത്തിൻ്റെ പുത്രന്മാരായി വിശുദ്ധരായി ആര് ജീവിക്കുന്നു? അവരെ കല്ലെറിയും, മാറ്റി നിർത്തും, പീഡിപ്പിക്കും. കാരണം ലോകത്തിന് അവരെ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല. ഇന്ന് കർത്താവ് ഇപ്രകാരം ഇന്നസെൻ്റായിട്ടുള്ള നിഷ്കളങ്കരായ കുട്ടികളെയാണ് ഇപ്രകാരം നൽകുന്നത്. അതെ, കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വിശുദ്ധരായി നിഷ്കളങ്കരായി ജീവിക്കാൻ. പക്ഷേ നമ്മൾ കത്തോലിക്കർ, നമ്മൾ ക്രിസ്ത്യാനികൾ അപ്രകാരം ജീവിക്കുന്നില്ല. ഈശോ തന്നെ പറഞ്ഞ പഠനത്തിൽ പറഞ്ഞല്ലോ, നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക, അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകുവാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അതെ, പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മൾ അത് ചിന്തിക്കണം. അത് നമ്മളെപ്രകാരമാണ് ഇങ്ങനെ വികലാംഗരോട്, ദരിദ്രരോട് നമ്മളൊക്കെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു പറഞ്ഞാൽ ആരാ? തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ. ഈശോ പറഞ്ഞെന്താണ്? വലത് കൈ എന്ന് ഇടത്ത് കൈ അറിയരുത്. അതെ, ആരുമറിയാതെ ചെയ്യണമെന്ന്. ഈയിടെ ഒരു മർത്തോമ അച്ഛൻ്റെ മെത്രാൻ്റെ പ്രസംഗം ഞാൻ കേൾക്കുകയായിരുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ അത് 1000 രൂപ മുടക്കി ഒരു പാവങ്ങളെ സഹായിച്ചാൽ അതിന് 10,000 രൂപയുടെ പരസ്യം കൊടുക്കും പത്രത്തിൽ നിന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ നന്മ ചെയ്തുമെല്ലാം. പ്രിയ മക്കളെ, ഞാൻ അത് യാതൊന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അത് ചെയ്യരുത്. അതുവഴിയാണ് കർത്താവ് നമ്മൾ ഭാഗ്യവാന്മാരായി തീരുന്നതും
അത് നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതും നമുക്ക് ഇപ്രകാരം കുട്ടികളെ സ്നേഹിക്കാം. ആ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് ഇപ്രകാരമുള്ള മന്ന ബുദ്ധിക്കാരെ, അല്ലെങ്കിൽ മംഗോളിയൻസ്, ഓട്ടിസ്റ്റ്, മാലാഹമാർ തന്നെയാണ്, ഏഞ്ചൽസാണ് മക്കളെ. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്ക് അപ്രകാരം ഏതെങ്കിലും വിഹീനതയുള്ള, ന്യൂനതയുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടുതൽ സ്നേഹിക്കൂ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ധാരാളം അനുഗ്രഹം തരുവാൻ കർത്താവ് തന്നിരിക്കുന്ന മാലാഹമാരാണ്. ഒരുപക്ഷെ പഴയ പാപങ്ങൾ അവർ വഴിയായിട്ടായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അതിൻ്റെ കടങ്ങൾ മാറ്റിപ്പോകുന്നത്. അതുകൊണ്ട് ശാപമായിട്ട് കാണാതെ, അവരൊരു ഭാരമായിട്ട് കാണാതെ അവരെ സ്നേഹിക്കണമേ എന്ന് ഞാൻ ഉപദേശിക്കുകയാണ്. ശിശുക്കളെ പോലെ ആകാൻ നമുക്ക് ശിശുക്കളായിട്ടുള്ളവരെ സ്നേഹിക്കാം. ഭ്രൂണഹത്യയെപ്പറ്റി പറയുമ്പോഴും അതാണ് പറയേണ്ടത്. എത്രയോ പേര് ഭ്രൂണഹത്യ നടത്തുന്നു നമ്മുടെ കേരളത്തിൽ, മലയാളികളിൽ. നിഷ്കളങ്കരായ കുട്ടികളെ കൊല്ലുന്നു. അപ്രകാരം നമ്മൾ മനസ്സാക്ഷിയില്ലാത്തവരും ക്രൂരന്മാരുമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അവസരത്തിൽ കർത്താവ് നമ്മുടെ ഇടയിൽ മാലാഹമാരെ തരുന്നത്. ഈശോയോട് പ്രാർത്ഥിക്കാം. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനൊരു ചിന്താശകലം നിങ്ങൾക്ക് തരുന്നു മാത്രമേ ഉള്ളൂ. ഓട്ടിസ്റ്റായിട്ടോ അല്ലെങ്കിൽ മന്ദബുദ്ധികളായിട്ടോ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹത്തോടെ അവരെ കാണും. അവരിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹം തരുന്നത് കാണും. ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ് ഈ മാലാഹമാർ നിങ്ങളുടെ കുടുംബത്തുള്ളത്. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. ഈ പ്രസംഗത്തെ തുറന്ന മനസ്സോടെ കേട്ട ഇവരോരോരുത്തരെയും ഓർത്ത് നന്ദി പറയുന്നു. ശിശുക്കളെപ്പോലെ ആയിത്തീരുവാനായിട്ടുള്ള കർത്താവെ, അങ്ങയുടെ ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരായി പോകാൻ ഇവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും പ്രത്യേകിച്ച് ഇപ്രകാരം കുട്ടികളുള്ള ആ മാതാപിതാക്കൾക്ക് അനുഗ്രഹം കൊടുക്കണമേ. അവർ ക്ഷമയോടുകൂടി, ഒത്തിരി സ്നേഹത്തോട് കുട്ടികളെ പരിപാലിക്കുവാൻ. ഒരുപക്ഷേ ചിലപ്പോൾ അവർ ദേഷ്യപ്പെടുകയോ അരിശപ്പെടുകയോ ചെയ്താൽ തന്നെയും മാലാഹമാരാണ് എന്ന ബോധ്യത്തോടുകൂടി കർത്താവെ അവരുമായി ഇടപെടുവാൻ ഈ മാതാപിതാക്കൾക്ക് അനുഗ്രഹം കൊടുക്കണമേ. കെട്ടുവാനും അഴിക്കുവാനും ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനും എൻ്റെ പൗരോഹിത്യത്തിൽ തന്നിരിക്കുന്ന അധികാരത്തിലൂടെ മക്കളെ, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.